ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് സഞ്ജു സാംസൺ നമീബിയക്കെതിരെ കളിയിൽ 99% കളിക്കാനുണ്ടാവുന്നതാണ്. അഭിഷേക് ശർമ്മ ഡൽഹിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എന്തായാലും സഞ്ജു സാംസൺ ടീമിലുണ്ടാവുമെന്ന് വിശ്വസിക്കാം. പിന്നെ ആകെ ഒരു പോസിബിലിറ്റി ഉള്ളത് വാഷിങ്ടൺ സുന്ദറിനെ ഗംഭീറിൻ്റെ മെയിൻ പുള്ളിക്കാരനായതുകൊണ്ട് ഇനിയിപ്പോൾ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുമോ അറിയില്ല. ലെഫ്റ്റി കോമ്പിനേഷൻ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ മിക്കവാറും വാഷിങ്ടൺ സുന്ദറിൻ്റെ ഓപ്പണിങ്ങിലേക്ക് വരുമെന്നും ചെറിയൊരു അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. എന്നാലും സഞ്ജു സാംസൺ ചാൻസ് കൂടുതൽ. സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ BCCIയിലോ അതോ ഇന്ത്യൻ ആരുമില്ല. ആകെയുള്ളത് ഫാൻ സപ്പോർട്ട് മാത്രമാണുള്ളത്. അതുകൊണ്ട് പുള്ളിനെ ഇറക്കും. 99% പുള്ളിക്കാണ് ചാൻസ്. ഒരു ഓപ്പണർ ഇല്ലെങ്കിൽ ആ ടീമിലുള്ള ഏതെങ്കിലും ഓപ്പണറാണ് ബാറ്റിങ്ങിന് വരാറ്. അതും റൈറ്റ് ഹാൻഡറായ സഞ്ജുവിനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ രീതികളാണ് ഇവർ ഓരോ പാർട്ടി സംബന്ധമായും അതുപോലെ BCCIയുടെ സംബന്ധമായും ഇവർ തീരുമാനിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. 1% വാഷിങ്ടൺ സുന്ദർ സാധ്യത. വാഷിങ്ടൺ സുന്ദറിന് എവിടെ കിടക്കുന്നു, അതോ സഞ്ജു സാംസൺ എവിടെ കിടക്കുന്നു, നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന കേസുള്ളൂ. സഞ്ജു സാംസണെ പോലെയുള്ള പ്ലെയർ ഇന്ത്യൻ ടീമിൽ വളരെ ചുരുക്കമുള്ളൂ. ഈ സൂര്യകുമാർ യാദവ് ഫോമിലല്ലാത്തപ്പോഴും അതിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് സഞ്ജു സാംസൺ IPLലുണ്ട്. വൺ ഡൗണിൽ ഏറ്റവും ടോപ്പ് ബാറ്റ്സ്മാനാണ്. അത് ഇപ്പോൾ എടുത്താൽ പോലും 10 ടോപ്പ് 6 ഏത് IPL എടുത്താൽ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട്. IPLുണ്ടോ, ആ IPLെല്ലാം സഞ്ജു സാംസൺ ടോപ്പ് 10 നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ഈ 2014 എല്ലാവരും 16 ശേഷമുള്ള IPL സെർച്ച് ചെയ്താലും സഞ്ജു സാംസൻ്റെ അത്രയും കഴിവുള്ളൊരു വ്യക്തി വൺ ഡൗൺ പൊസിഷനിൽ കളിക്കുന്ന വിരാട് കോഹ്ലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ടോപ്പ് റൺസ് അടിച്ചേക്കുന്നതും സഞ്ജു സാംസൺ ആണ്. ഇപ്പം വിരാട് കോഹ്ലിനേക്കാളും കൂടുതൽ റൺസ് അടിച്ചേക്കുന്നത് നിങ്ങൾ IPL സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ രീതി വെച്ചിട്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. 99% സഞ്ജുവിനാണ് ചാൻസ്. ബട്ട് സഞ്ജു ഇപ്പം അവരൊരു കാരണം നോക്കിയിരിക്കുകയാണ്. സഞ്ജു ഈ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും ഈ ന്യൂസിലാൻഡിൻ്റെ പരമ്പരയിലും വൻ ഫ്ലോപ്പായിരുന്നു. അത് നമ്മൾ അംഗീകരിക്കാണ്ടിരിക്കാനും പറ്റില്ല. പക്ഷേ സഞ്ജുവിന് അവർക്കൊരു അവസരം ഇനിയും കൊടുക്കാം. സഞ്ജു ഫോമായി കഴിഞ്ഞാൽ അതുപോലെ ഒരു കളിക്കാരൻ വേറെ ആ പൊസിഷൻ കളിക്കാൻ ആരുമില്ല. ഈ സഞ്ജു വന്നതിന് ശേഷമാണ് ഓപ്പണിങ്ങിൽ ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടെന്ന് പോലും ഇന്ത്യൻ ടീമിൽ മനസ്സിലായത്. നിങ്ങൾ ചിന്തിക്കണം, പണ്ട് ഇന്ത്യ T20 ടീമിലാണ് അന്ന് പോലും ഇല്ലാത്ത സഞ്ജു വന്നതിന് ശേഷമാണ് 200 എബോവ് റണ്ണ് 250 എബോവ് റണ്ണ് വന്നത് പോലും. അതും രണ്ട് പാർട്ണർഷിപ്പിൽ സഞ്ജുവാണ് കളിച്ചത്. അപ്പോൾ ഇതെന്താവുമെന്ന് അറിയില്ല. വാഷിങ്ടൺ സുന്ദർ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഗംഭീറിൻ്റെ വലങ്കൈ ആയതുകൊണ്ട് സഞ്ജു ഗംഭീറിൻ്റെ വലങ്കൈയൊന്നും അല്ല. അത് നമുക്ക് പല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. സഞ്ജു നല്ല ODI പ്ലെയറാണ്. ODIയിൽ അത്ര പെർഫോമൻസ് സഞ്ജുവിന് അവസരം കിട്ടിയിട്ടില്ല. ബട്ട് സഞ്ജു നമീബിയക്കെതിരെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കളിക്കുകയില്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും 12 നാളെ നമുക്ക് അറിയാൻ പറ്റും. സഞ്ജു കളിച്ചാൽ സഞ്ജു നന്നായിട്ട് കളിക്കട്ടെ. കളിച്ചില്ലെങ്കിൽ സഞ്ജുവിനെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ പ്രഷറാണ്. സഞ്ജുവിനെ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിൽ നമുക്കൊരു പരിഭവമില്ല. എന്തായാലും സഞ്ജു കളിക്കട്ടെ, ഇന്ത്യ ജയിക്കട്ടെ. അപ്പം അതുവരെ ബൈ.